മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ വിജയരാഘവൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അദ്ദേഹം വളരെ കാര്യമായിട്ട് ഉദ്ഘോഷിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. അതായത് മഞ്ചൂര് നടുറോഡിൽ സ്റ്റേജ് കെട്ടി വാഹന ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയ അതിന് കോട്ടലക്ഷ്യം വന്നപ്പോഴാണ് അതിനകത്താണ് ഈ പ്രതികരിച്ചേക്കുന്നത്. അപ്പോൾ പ്രതികരിച്ചതിൻ്റെ അത് വളരെ രസകരമായ ഒരു പ്രതികരണമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 10 ആളുകൾക്ക് നടക്കാനുള്ള വഴിയുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് വെച്ചാൽ 10 പേർക്ക് അതിലേക്ക് കൂടെ കടന്നു പോകാമായിരുന്നു. കാറിനകത്ത് പോകണം ഇത്ര നിർബന്ധം എന്താണ്? സഞ്ചരിക്കണമെങ്കിൽ ഒരു നിർബന്ധമില്ല. അതുപോലെ ഇനി കാറിനകത്ത് പോകണമെങ്കിൽ കുഞ്ഞു കാറിനകത്ത് പോയിക്കൂടെ? കുഞ്ഞു കാറ്, പിള്ളേർ കളിക്കുന്ന കാറായിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ കൊച്ചുമക്കൾക്ക് കളിക്കാനായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 15,000 രൂപയൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ കാറ് കിട്ടും, തന്നെ ഇരുന്ന് ഡ്രൈവ്. അങ്ങനെയുള്ളൊരു കാറ് പോകണമായിരുന്നു. അതാ വേണ്ടത്, മനസ്സിലായി? കുഞ്ഞിക്കാറ്. അതാ എനിക്ക് കുഞ്ഞിക്കാർ എന്ന് പറയുന്നത് എനിക്ക് അതേ അറിയാവുള്ളൂ, കുഞ്ഞിക്കാറ്. പക്ഷേ അതുപോലെ ചിലർ സഞ്ചരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു 10-40 കുഞ്ഞിക്കാറുകളുടെ അകമ്പടിയിലല്ലേ സഞ്ചരിക്കുന്നത്? അദ്ദേഹം സഞ്ചരിക്കുന്നതും കുഞ്ഞിക്കാറിലാണ്. ശ്രീ വിജയരാഘവൻ സഞ്ചരിക്കുന്നതും കുഞ്ഞിക്കാറിലാണ്. പക്ഷേ ഇവർക്കൊക്കെ ഇഷ്ടമുള്ള കാറുകളിൽ സഞ്ചരിക്കാം. ആ കാഴ്ചപ്പാട് നോക്കിക്കൊള്ളണം. പ്രജകൾ, മനസ്സിലായി? പ്രജകളായിട്ട് അവർ കണക്കാക്കുന്നവർ, അതായത് ഈ നാട്ടിലെ പൊതുജനങ്ങൾ, ഇവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടുന്ന ജനങ്ങൾ, അവർ കുഞ്ഞിക്കാറിനകത്ത് കയറാവും. അല്ലെങ്കിൽ നടന്നു പോക്കണം. അവനൊക്കെ എന്തിനവനൊക്കെ കാറിൽ കയറുന്നേ? നടന്നാൽ പോരെ? ഇതാണ് കാഴ്ചപ്പാട്. ഇവർക്കൊക്കെ മാത്രമേ കാറിനകത്ത് സഞ്ചരിക്കാനുള്ള അവകാശമുള്ളൂ വാഹനങ്ങളിൽ. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ നടന്നു പോകണം വെയിൽ കൊണ്ട്. അതിനെന്താ കുഴപ്പം? വെയിൽ കൊള്ളട്ടെ, ചുമ്മാ കൊള്ളട്ടെ. ഈ ഒരു കാഴ്ചപ്പാടാണ് ആ വാചകങ്ങളിലൂടെ പുറത്തു വന്നത്. നാണക്കേടല്ലേ? ഇതാണോ ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ സ്റ്റാൻഡേർഡ്? ഇങ്ങനെയുള്ളവരാണോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടിരിക്കുന്നവർ? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റാൻഡേർഡാണ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വെച്ച് പുലർത്തുന്നതെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് ബംഗാളിലേറ്റ പരാജയം തിരിച്ചടിക്ക് കേട്ടോ എന്തെങ്കിലും മറുപടി പറയേണ്ടതായിട്ടുണ്ടോ? അതിന് വല്ല വിശദീകരണം കൊടുക്കേണ്ടതായിട്ടുണ്ടോ? കാരണം ഈ സ്വഭാവമുള്ള ആളുകളെയാണ് അവിടുന്ന് അടിച്ചോടിച്ചത് ജനങ്ങൾ. അത് തിരിച്ചറിയണം. ആ കാലം ഇവിടെ വരാൻ ഒരുപാട് ഇനി കാത്തിരിക്കേണ്ടതായിട്ടും വരത്തില്ല. പക്ഷേ അതിന് സംഘടനകൾ വിചാരിച്ചാലും നോക്കത്തില്ല. കാരണം രാഷ്ട്രീയ സംഘടനകൾക്കെതിരെ പോരാടാനുള്ള ഒരു കഴിവില്ലാതെ പോകുന്നു. അതിൻ്റെ കാരണം പ്രതിപക്ഷം എന്നൊക്കെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, തമ്മിലടിക്കേ അവർക്ക് സമയമുള്ളൂ. അല്ലാതെ ഇതിനെതിരെ, ഈ ഇൻജസ്റ്റിസിനെതിരെ ഒന്നിച്ചു നിന്ന് പൊരുതാനുള്ള ശേഷി അവർക്കില്ല. ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ശരിയായ കാര്യമായിരിക്കും ഉന്നയിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആളുകൾ ആരും ഇല്ല. കാരണം അവനെ വലിച്ചു താഴെയിടുക. ഇല്ല, ഞണ്ടിൻ്റെ പ്രിൻസിപ്പിളാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്. ഈ ഞണ്ടിനെ എല്ലാം കൂടെ പിടിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഈ ഞണ്ട് കൂടയിലിട്ട് കഴിഞ്ഞാൽ ഞണ്ട് എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടാൻ ആളുടെ പിടിച്ച് ഞണ്ട് കയറുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ? അടുത്ത ഞണ്ടുകൾ ഇതിൻ്റെ കാലെ പിടിച്ച് താഴോട്ട് വലിക്കും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഞണ്ടുകളെ അനുവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് ഇവിടെ. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ പോലും നിവർത്തിയില്ലാതെ ശ്രീ വിജയരാഘവൻ, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ ആളുകളെ അധികാരത്തിൽ കയറ്റുന്നത് അല്ല, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഇതേ രീതിയിലുള്ള വാചകങ്ങൾ പറയുന്ന നിങ്ങളെയൊക്കെ ആരിഷ്ടപ്പെടും മിസ്റ്റർ? അതാദ്യം മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ പൗരന്മാരാണ്, ഞങ്ങളൊക്കെ സമ്മതിദായകരാണ്, ഞങ്ങൾ വരുന്ന വോട്ട് കൊണ്ടാണ് നിങ്ങളൊക്കെ ജയിച്ചു പോകുന്നത്. അതാദ്യം മനസ്സിലാക്കണം, അത് തിരിച്ചറിയണം. എന്നിട്ട് വേണം ഈ രീതി പറയാൻ. ജനങ്ങളെ ചവിട്ടി തേക്കുന്ന നിങ്ങളുടെ ഈ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി വെക്കണം. ആദ്യം പൊതുജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം അവരെ തടഞ്ഞിട്ട് പറയുന്ന മറുപടിയാണ്, കാറിനകത്ത് പോകേണ്ട കാര്യമില്ലെല്ലാം നടന്നു പോയാൽ പോരെ. അഥവാ ഇനി പോകണമെങ്കിൽ കുഞ്ഞു കാറിനകത്ത് കയറണമല്ലോ. ഞാൻ പറഞ്ഞ കാര്യം കുഞ്ഞിക്കാർ അന്വേഷിച്ച് നടക്കണം. ഇനി ഏതാണ് ഇവർ കുഞ്ഞിക്കാർ എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഈ മന്ത്രിമാരൊക്കെ നടക്കുന്നതെല്ലാം കുഞ്ഞിക്കാറാണോ? MLA മാർ നടക്കുന്നത് കുഞ്ഞിക്കാറാണോ? ഇവിടുത്തെ MP മാർ നടക്കുന്നത് കുഞ്ഞിക്കാറാണോ? അല്ലല്ലോ. ആരെങ്കിലും കുഞ്ഞിക്കാറിനകത്ത് നടക്കുന്ന കാണാനുണ്ടോ? ഇല്ല. അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയക്കാർക്കും MLA മാർക്കും MP മാർക്കും മന്ത്രിമാർക്കും ഒക്കെ മാത്രം വലിയ നല്ല മുന്തിയ കാറിൽ സഞ്ചരിച്ചാൽ മതി. ബാക്കിയുള്ളവനെല്ലാം കുഞ്ഞിക്കാറിനകത്ത് കയറിക്കൊള്ളണം. നടക്കും, കൊള്ളാം. അതുപോലെ കാറെടുത്ത് അമ്മാവിയമ്മയെ കാണാൻ സല്ലപിച്ചു പോകുന്ന ആണ്. എനിക്കത് മനസ്സിലായില്ല എന്താണെന്ന്. എനിക്ക് അമ്മാവിയമ്മയുണ്ട്. ഞാൻ കാറെടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഡ്രൈവറും ആയിരിക്കും പോകുന്നത്. ആ 3 പേര് യാത്ര ചെയ്യാറുണ്ട്.
ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കും യാത്ര ചെയ്യാറുണ്ട്. അതിന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് എനിക്ക് അങ്ങനെ പറ്റുള്ളൂ. അതെൻ്റെ ആവശ്യം, എൻ്റെ അവകാശമാണ് ഒറ്റയ്ക്ക് എൻ്റെ കാറിൽ യാത്ര ചെയ്യുന്നതിന്. അതിന് ഇവർക്കൊക്കെ എന്തോ വേണം? അപ്പൊ അത് ഇനി എൻ്റെ അമ്മായിയമ്മയെ കാണാൻ പോയാൽ അമ്മായിയമ്മയെ കാണാൻ പോകാൻ പാടില്ലേ? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മായിയമ്മയുടെ ഉള്ള റെസ്പെക്റ്റ് ഇതായിരിക്കും, അത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇതുപോലെ പിന്നെ പണ്ടൊക്കെ നമ്മൾ നടന്നല്ലേ പോയിക്കൊണ്ടിരുന്നത്. ശരിയാണ്, പണ്ട് കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ കയറി, അതിനു മുമ്പ് സൈക്കിളിലും അതേപോലെ നടന്നും ഒക്കെ ആയിരുന്നു യാത്ര. പണ്ട് നടന്നായിരുന്നു യാത്ര. കാര്യം അന്ന് ഈ റോഡും അതൊന്നുമില്ല. ഈ റോഡ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? റൈറ്റ് ടു മൂവ് എന്ന് നമ്മുടെ പറയുന്ന ഭരണഘടനയിലെ നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീഡത്തിൽ പെടുന്ന ഒന്നാണ്. അത് ഇവിടുത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും അവകാശമുള്ളതാണ്. ഇന്ത്യയിൽ വരുന്നവർക്കെല്ലാം അവകാശമുള്ളതാണത്. റൈറ്റ് ടു മൂവ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം. ഏത് പോയിന്റിലും ഇന്നിടത്തൂടെ ഞാൻ നടക്കണം എന്ന് പറയാൻ ശ്രീ വിജയരാഘവൻ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അതുപോലെ പണ്ട് നമ്മൾ 25 പേര് 25 കാറ് വന്നാൽ എത്ര സ്ഥലം വേണം? നിങ്ങൾ എന്തിനാണ് മിസ്റ്റർ ഇതിന് വേവലാതിപ്പെടുന്നേ? 25 കാർ വന്നാൽ 25 കാർ റോഡേ കൂടെ പൊക്കോളും. ആ റോഡ് തടയരുന്നല്ല പറഞ്ഞിട്ടുള്ളൂ, അല്ല വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഈ റോഡിൽ 25 പേര് ആയിരിക്കും 25 കാറിന്. ശരിയായിരിക്കും. അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയല്ലേ, നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ചയായിട്ട് കണക്കാക്കണം. അത് നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ ആ രീതിയിൽ ശേഷിയുള്ള ആളുകളുണ്ട് എന്ന് മനസ്സിലാകട്ടെ. ഒരാളൊരു കാറിനകത്ത് യാത്ര ചെയ്തുകൊടുന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു കാറിനകത്ത് 7 സീറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു കാറാണെന്നിരിക്കട്ടെ, അതിനകത്ത് 7 പേര് തന്നെ യാത്ര ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കാറിനകത്ത് 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന 5 സീറ്ററാണ്. പക്ഷേ അത് 5 സീറ്ററും 7 സീറ്ററും ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അത് എൻ്റെ സൗകര്യമാണ്. അത് പറയാൻ നിങ്ങളൊക്കെ ആരാണ്? ഇങ്ങനെ ജനങ്ങളുടെ മുകളിൽ ഈ കുതിര കയറാനല്ല നിങ്ങളൊക്കെ ഇരിക്കേണ്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനാണ് പോകേണ്ടത്. 5 പൈസയുടെ വരുമാനം ഇവിടില്ല, ഒന്നുമില്ല. ട്രഷറി ശൂന്യം, കാലി കേട്ടോ. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മാർഗമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ പാർട്ടി വളർത്താനായിട്ട് വഞ്ചൂർ സമ്മേളനം അത് നടത്തിയിട്ട് ജനങ്ങൾക്ക് എന്ത് കാര്യമാണെന്നറിയോ? അത് റോഡിൻ്റെ ഓരത്ത്, വഴിയോരത്ത് സമ്മേളനങ്ങൾ നടത്തി റോഡ് സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്ന് ഹൈക്കോടതിയുടെ വിധിയുള്ളതാണ്. ഒരു സുപ്രധാനമായ വിധിയാണ് അത്. 2011 മറ്റോ ആണ് ശ്രീ CN രാമേന്ദ്രൻ നായരുടെ വിധിയായിരുന്നു അത് വന്നത്. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളതില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ റോഡിന്റെ നടുക്കാണ്. റോഡൊക്കെ തടഞ്ഞു. കാരണം ചോദിക്കാൻ ആരാണ്? ഇതൊക്കെ കോർട്ടലക്ഷത്തിന് കേസെടുത്ത് ഇവരെ എല്ലാം പിടിച്ച് അകത്തിടണം. അതാ ചെയ്യേണ്ടത്. ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെ അവരെ പോലും ചെയ്യേണ്ടതാണ്. അത് പോട്ടെ, ആ സ്റ്റേജിൽ ഇരുന്നവരെ കോടതി ചോദിക്കുന്നതിന് അർത്ഥമുള്ള കാര്യമല്ലേ?